എന്നിട്ട് സന്യാസി കർഷകനോട് പറഞ്ഞു, ആദ്യം ഈ വണ്ടിയിലുള്ള പച്ചക്കറികൾ പുറത്ത് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കർഷകൻ ഈ പച്ചക്കറികൾ ആദ്യം പുറത്തിറക്കി വെച്ചു. അപ്പോൾ വണ്ടിയിലെ ഭാരം ഇല്ലാതായി. ഇനി സന്യാസി പറഞ്ഞു, പതുക്കെ വണ്ടി തെളിക്കാൻ പറഞ്ഞു. അങ്ങനെ കർഷകൻ കയറിയിരുന്നിട്ട് ഈ ഭാരമില്ലാത്ത വണ്ടി തെളിച്ചപ്പോൾ ആളുകൾക്കിത് വളരെ നിഷ്പ്രയാസം അവിടെ നിന്ന് കിടക്കാനായി. അത് കഴിഞ്ഞ് സന്യാസി പറഞ്ഞു, ഇനി പച്ചക്കറികളൊക്കെ പഴയ രീതിയിലെടുത്ത് വയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസി പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ പോകാമായിരുന്നു, ഇതാദ്യമേ ചെയ്തിട്ട് പോകാമായിരുന്നു. വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിട്ട് ഈശ്വരന്റെ സഹായത്തിന് വിളിക്കൂ. ഈശ്വരൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഗുണപാഠം കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ കലാപ്രതിഭകൾ, ഇന്ന് നമ്മുടെ അതിഥികളായിട്ടുള്ള കലാപ്രതിഭകളുടെ കലാപരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം ജിഷിതയുടെ കലാപരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്ത് കലാപരിപാടിയാണ് അവതരിപ്പിക്കുന്നത്? ഭരതനാട്യം പഠിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? സബ് ജില്ലാ തലത്തിൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടി? കുറെ സമ്മാനങ്ങളുണ്ടോ വീട്ടിനകത്ത്? ഇപ്പൊ ഷോക്കേസ് മുഴുവൻ ഇങ്ങനെ സമ്മാനങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെ പാട്ടിന് റെസിറ്റേഷനും, മലയാളം റെസിറ്റേഷനും, ഇംഗ്ലീഷ് റെസിറ്റേഷനും, നാടൻ പാട്ടിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട്, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇതാരാ പഠിപ്പിക്കുന്നത്? അമ്മയച്ഛനാണ്. അപ്പൊ അവരാണ് ആ ഗുരുനാഥന്മാർ. അപ്പൊ ഇപ്പോ നൃത്തമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ കലകളിലും പ്രാവീണ്യമുള്ള കുട്ടിയാണ്. ഇപ്പൊ നൃത്തം ആണ് അവതരിപ്പിക്കുന്നത് അല്ലേ? ശരി.